സാഭിമാനം സാഹിത്യനഗരം. ഒരു കാലത്ത് കോഴിക്കോട്ടെ സാംസ്കാരിക വേദികളിൽ മുഴങ്ങിക്കേട്ട ശബ്ദങ്ങൾ രാഷ്ട്രീയക്കാരുടേതു മാത്രമല്ല, എഴുത്തുകാരുടേതും നാടകക്കാരുടേതും കൂടിയായിരുന്നു. സാമൂഹ്യ അനീതികൾക്കെതിരെയുള്ള ഓരോ ചെറുത്തുനിൽപ്പിലും മുൻപന്തിയിൽ അവർ കൈകോർത്തു നിന്നു. വാക്കുകൊണ്ടു മാത്രമല്ല, ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെറുത്തുനിന്നു. ഈ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കരുത്, അത് ഭൂമിയിൽ വെച്ച് തന്നെ വേണം. ഈ നിൽക്കുന്ന നിന്റെ അച്ഛനും അമ്മയുണ്ടല്ലോ, നിങ്ങളുടെ പ്രായം പിന്നിട്ടവരാണ്. ഏറെ പഠിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് അനുഭവജ്ഞാനമുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും പ്രേമമുണ്ടായിരുന്നു. എതിർപ്പും കുറവായിരുന്നില്ല. ആരെയും അറിയിക്കാതെ, മാലയും മംഗല്യസൂത്രവും ഇല്ലാതെ ഞങ്ങളുടെ വിവാഹം നടന്നു. അച്ഛാ, ജനാപവാദം പേടിച്ച് ഞാൻ പറഞ്ഞാണ്, മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ജനാപവാദം അതെന്താണ് സാധനം? തെരുവ് നാടകങ്ങൾ സജീവമായ കോഴിക്കോട്ട് ഏറ്റവും ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതുപോലെ മറ്റൊരു കലയില്ലെന്ന് തെളിയിക്കപ്പെട്ടു. അവരിൽ പലർക്കും ജയിലിൽ പോകേണ്ടി വന്നു. നാടകത്തെ, അതിന്റെ സംവിധായകനെ, വേഷം കെട്ടുന്നവരെ നോട്ടപ്പുള്ളികളായി ഇന്നും കാലം കാണുന്നുണ്ട്. നാടകത്തിന്റെ ശക്തി തന്നെയാണ് അതിന് കാരണം. ഇക്കാലത്തിനിടയിൽ കോഴിക്കോട്ട് ടൗൺഹാളിൽ മാത്രം എത്ര നാടകങ്ങൾ അരങ്ങേറിയിട്ടുണ്ടാവും. അവ കാണാൻ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നു മാത്രമല്ല, ദൂരദേശങ്ങളിൽ നിന്നുപോലും എത്ര ആളുകൾ എത്തിയിട്ടുണ്ടാവും. എണ്ണാൻ അക്കങ്ങൾ മതിയാവില്ല. അത്രമാത്രം ഒഴുക്കായിരുന്നു നമ്മുടെ നാടകവേദിയിലേക്ക്. ഒരു കാലത്ത് സിനിമയേക്കാൾ ആളുകൾ കണ്ട കല, രാത്രി ഉറക്കമൊഴിച്ചു കണ്ട കല. തിക്കോടിയനും കെ ടി മുഹമ്മദും കുഞ്ഞാണ്ടിയും ബാലൻ കെ നായരും കുതിരവട്ടം പപ്പുവും നെല്ലിക്കോട് ഭാസ്കരനും മാമുക്കോയയും വാസു പ്രദീപും ശാന്താദേവിയും ചേമഞ്ചേരി നാരായണൻ നായരും നിലമ്പൂർ ആയിഷയും നിറഞ്ഞാടിയ കല. നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കരുതോ? നിനക്കെന്താ അവിടെ പണി? അല്ല, നിങ്ങൾക്ക് എന്താ അവിടെ ഒരു പണി? അശുഭനാണ് ആ പരമു. ഓ, നാണക്കൂട്ടം പിന്നെ ചോദിക്കുകയും വേണ്ട. അവനുള്ള സ്ഥലത്ത് വഴക്കൊഴുകില്ല. നാവുമ്മല് ഗുളികനാ. ആ അസത്ത് പരമുവിന്റെ നാവുമ്മല ഗുളിയൻ. മിണ്ടിയാൽ അവന്റെ മുഖത്ത് നിന്ന് കൈയെടുക്കില്ല. എന്താ അമ്മേ അവിടെ വഴക്ക്? അവരുടെ എണ്ണം ഇങ്ങയറ്റത്തെത്തുമ്പോൾ PM താജിലേക്കും ശാന്തനിലേക്കും നീളും. അവിടെ തീരില്ല ആ ഒഴുക്ക്. ജയപ്രകാശ് കുളൂർ, ചന്ദ്രശേഖരൻ തിക്കോടി, സതീഷ് കെ സതീഷ്, ജയപ്രകാശ് കാര്യാൽ, KR മോഹൻദാസ് തുടങ്ങി വിജയലക്ഷ്മിയിലേക്കും ആ നിര നീളും. ഞാൻ എന്റെ റേഡിയോ മെക്കാനിക്സൊക്കെ നിർത്തിയിട്ടെ എന്റെ കൂടെ മാജിക് കളിക്കട്ടെ. എനിക്ക് അന്നേക്കാട്ടും വലിയ മാജിക്കൊക്കെ അറിയടാ. കാണണോ? ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാറോ? സ്റ്റേജിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറും. ലേഡീസ് ആൻഡ് ലേഡീസ് ആൻഡ് ലേഡീസ്, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു മാജിക്, ഒരു പുതിയ മാജിക്. എന്നിട്ട് ഞാൻ എന്റെ എല്ലാ നമ്പറും എടുത്ത് ഓരോ കയ്യിൽ. അപ്പുണ്ണികളുടെ റേഡിയോ നാടകം സമാപിക്കുന്നു. രചനയും സംവിധാനവും ശ്രീ ജയപ്രകാശ് കുളൂർ. കഥയേക്കാൾ കിടിലൻ സംഭാഷണങ്ങൾ നിറഞ്ഞു നിന്ന കലയായിരുന്നു നമ്മുടെ നാടകം. ചാട്ടുളി പോലെ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിന്ന കല. സാമൂഹ്യമായും രാഷ്ട്രീയമായും ആ കല ഈ മണ്ണിൽ വേരുറച്ചു. തിരുത്തുഭാഷയായി കരുതപ്പെട്ടു. നാടകത്തിൽ നിന്ന് ലഭിച്ച ഊർജം മറ്റെവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് പിൽക്കാലത്ത് സിനിമയിലേക്ക് കൂടുമാറിയവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം ജനസമ്മതിയുള്ള കല വേറെ ഉണ്ടായിരുന്നില്ല. ആര് അച്ഛാന്ന് വിളിച്ചാലും അമ്മേന്ന് വിളിച്ചാലും വേണ്ടില്ല. എന്നെ കൊണ്ട് ഈ വയസ്സുകാലത്ത് ഇതിലേറെ അധ്വാനിക്കാൻ വയ്യ. എനിക്ക് എന്റെ സ്ഥിരം തലവേദന കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പോയി കിടക്കട്ടെ. അച്ഛനും മക്കളും എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്തോളൂ. മാധവി, എനിക്കറിയാം നിന്റെ തലവേദന. ഇന്ന് വേണോ അത്? നാളെ തുടങ്ങിയാ പോരെ? കവിതയാണോ, കഥയാണോ, നാടകമാണോ, നോവലാണോ, പാട്ടെഴുത്താണോ കോഴിക്കോട് നഗരത്തെ സാഹിത്യനഗരം പദവിയിലെത്തിച്ചത്? ഉത്തരം എളുപ്പമല്ല. ഒന്നിനെ മാറ്റി നിർത്തി പറയാനാകില്ല. പരസ്പരം മത്സരിക്കാനെന്നോണം കരുത്തുറ്റതായിരുന്നു ഓരോന്നും. ആ കരുത്തുണ്ടാക്കിയത് എഴുത്തുകാർ മാത്രമല്ല, ഇവിടുത്തെ ആസ്വാദകർ കൂടിയാണ്, വായനക്കാരാണ്. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.